ടി വി പ്രസാദ് ഇഡിയുടെ നടപടിയെയും എൻ ഡി എയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനത്തെയും കോൺഗ്രസ് കളിയാക്കിയിരുന്നത് വാഷിംഗ് മെഷീൻ എന്നുള്ളതാണ്. ഇഡിയുടെ കേസുണ്ടെങ്കിൽ അലക്കി വെളുപ്പിച്ച് വൃത്തിയാക്കി തരും എൻ ഡി എ എന്നുള്ളതാണ് ഈ വാഷിംഗ് മെഷീൻ എന്ന പ്രയോഗത്തിലൂടെ കോൺഗ്രസ് പണ്ട് നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 ഇ ഡി കേസുകൾ ഇല്ലാതിരുന്നെങ്കിൽ, അഥവാ ഈ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ കൊടുക്കാതിരുന്നെങ്കിൽ സാബു ജേക്കബ് എൻ ഡിയിൽ എത്തില്ല എന്ന് വേണം കണക്കാക്കാൻ. അതല്ലാതെ മറ്റു രാഷ്ട്രീയ കാരണങ്ങളില്ല. പക്ഷെ അദ്ദേഹം പുറത്തു പറയുന്നത് വികസിത കേരളത്തിന് വേണ്ടിയുള്ള തന്റെ നിലപാടും എൻ ഡിയുടെ നിലപാടും യോജിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ രാഷ്ട്രീയ പ്രവേശനമെന്നാണ്. അതും അണികൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 2020 രാഷ്ട്രീയ പ്രവർത്തകർക്കും അത് ഇനിയും ദഹിക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതല്ല കാരണം എന്ന മട്ടിൽ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഫെമ കേസ് ഇല്ലായിരുന്നെങ്കിൽ 2020 എൻ ഡിയിൽ പ്രവേശിക്കില്ല എന്നത് ഉറപ്പാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം. അങ്ങനെ കേരളത്തിലും വാഷിംഗ് മെഷീൻ പണി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും അത് തന്നെയാണ്. മറ്റൊരു സാഹചര്യവും കാണുന്നില്ല. 2020 ഈ നിലപാട് മാറ്റം എന്നുള്ളത് അറസ്റ്റിലാകും എന്ന ഭയം കൊണ്ട് തന്നെ ഉണ്ടായതാണ് എന്നുള്ളതാണ് അരുൺ. ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലായത്, നേരത്തെ ശരൺ വിശദീകരിച്ചതുപോലെ 3 തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. അടുത്ത ഘട്ടം അറസ്റ്റാണ്. ഈ അറസ്റ്റ് എന്ന ഘട്ടത്തിലാണ് പെട്ടെന്നൊരു ദിവസം സാബുവും അതുപോലെ 2020 പൂർണ്ണമായും എൻ ഡി എ പാളയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇതിൽ ഇ ഡി ഉദ്യോഗസ്ഥർ നിരാശരാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി കീറ്റക്സിൻ്റെ വിദേശ ഇടപാടുകൾ നോക്കി വരികയും പഠിക്കുകയും അങ്ങനെ അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു ഒരു സംഘം ഇ ഡി ഉദ്യോഗസ്ഥർ. പ്രധാനമായും അവർക്ക് അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് കോട്ടൺ വസ്ത്രങ്ങളുടെ ഉൾപ്പെടെയുള്ളവയുടെ വ്യാപാരമുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിരവധി ഇടപാടുകളിൽ അത് കള്ളപ്പണം സംശയിക്കുന്ന ഇടപാടുകളും അതുപോലെ തന്നെ ഫെമയുടെ ചട്ടലംഘനവും ഇ ഡി കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് കൊടുക്കുകയും ചെയ്തത്. അരുൺ, ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു ചെറിയ കേസല്ല എന്നുള്ളതാണ്. കോടികളുടെ വെട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് 3 തവണ നോട്ടീസ് നൽകിയത് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു പക്ഷേ ഇ ഡിയുടെ ഈ കേസ് ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനൊരു നീക്കം ഉണ്ടാകില്ല എന്നായിരുന്നു. ഉത്തരേന്ത്യയിൽ നമ്മൾ എന്താണോ കണ്ടത് അത് കേരളത്തിൽ നടപ്പിലാകുന്നു എന്നുള്ളതാണ്. കാരണം കിറ്റക്സ് എന്ന വലിയ സ്ഥാപനത്തിന്റെ മുതലാളിയായ സാബു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെ BJP പാളയത്തിൽ കൊണ്ട് കെട്ടിയത് താൻ അറസ്റ്റിലാകും, താൻ ജയിലിലാകും എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ്. അതോടുകൂടി ഇ ഡി പൂർണ്ണമായും നിഷ്പ്രഭരായി പോയി, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. ചുരുക്കത്തിൽ 3 നോട്ടീസുകളിലൂടെ BJP പാളയത്തിലേക്ക് സാബുവിനെയും 2020യെയും എത്തിച്ചു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് BJP നേതാക്കളുടെ അടുത്തും അതുപോലെ തന്നെ സാബുവിന്റെ അടുത്ത ആളുകളുടെ അടുത്തും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശരൺ, ഒരിക്കൽ കൂടി ഇവിടെ ശരൺ, ഈ വിവരം നമ്മൾ സാബു ജേക്കബിനോട് ആരാഞ്ഞു. ഇങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ, ഫെമ ചട്ടലംഘനത്തിന്റെ പേരിൽ ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് തള്ളുന്നില്ല, എന്നാൽ അത് സമ്മതിക്കുന്നുമില്ല സാബു ജേക്കബ്, അല്ലേ? അരുൺകുമാർ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഒരു വിശദീകരണം എന്താണ്, ഇതിന്റെ മറുപടി എന്നുള്ളത് അദ്ദേഹത്തോട് നമ്മൾ തേടിയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായും തള്ളുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതോടൊപ്പം തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഈ കേന്ദ്ര ഏജൻസികൾ സ്വാഭാവികമായിട്ടും താൻ ഒരു വലിയ സ്ഥാപനം നടത്തുന്ന ആളാണ്, ഇതുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവരങ്ങൾ തേടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നോട്ടീസ് അയച്ചാൽ അതൊരു തെറ്റാണോ എന്ന് മറു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് കൃത്യമായിട്ടുള്ള വിവരമാണ്. ഇതുവരെയും പുറത്തു വരാത്തൊരു വിവരം കൂടിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു കേസ് സാബുവും ജേക്കബിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുറം ലോകം അറിയാത്തൊരു കാര്യം തന്നെയായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷമാണ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഇ ഡി ഊർജിതമാക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നത് സാബുവും ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 എൻ ഡി എയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ടി വി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഒരു കാരണം, അതായത് നമ്മളൊന്നും തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൂവ് കൂടിയാണ്
ഇവിടെ സാബുവും ജേക്കബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്നു, അതിന് പിന്നാലെ ഇത്തരത്തിൽ NDA മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം ഉണ്ടാകണം. ആ കാരണം വിശദീകരിക്കുന്നതിൽ നേരത്തെ സാബുവും ജേക്കബ് പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിൽ പോകുമ്പോൾ NDAയിലേക്ക് എത്തുമ്പോൾ അത് BJPയുടെ വികസിത രാഷ്ട്രീയം അതിനെയാണ് താൻ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് താൻ എത്തിയത് എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരത്തിൽ നോട്ടീസ് 3 തവണ സാബുവും ജേക്കബിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമാണ് ED ഓഫീസിലേക്ക് എത്തിയിരുന്നെന്നുള്ള വിവരം നമ്മൾ പുറത്തുവിടുമ്പോൾ അതിലൊരു കൃത്യമായ വിശദീകരണം അദ്ദേഹം നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൗതുകമുള്ള കാര്യം, ശരൺ തുടരണം, 2014 മുതൽ ഏകദേശം 25 രാഷ്ട്രീയ നേതാക്കളാണ് EDയെ ഭയന്ന് BJP ക്യാമ്പിലേക്ക് ചേക്കേറിയത്. BJP ക്യാമ്പിലേക്ക് ചേക്കേറി ഉടൻ തന്നെ ED അന്വേഷണം നിലയ്ക്കുന്നത് കാണാം. 25 പേരിൽ 23 പേരെയും വെറുതെ വിട്ടു എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം. അതിൽ സുവേന്ദു അധികാരി അടക്കമുള്ളവരുണ്ട്, അശോക് ചവാനുണ്ട്, പ്രഫുൽ പട്ടേലുണ്ട്, അജിത് പവാറുണ്ട്, ഹിമന്ത ബിശ്വ ശർമ്മയുണ്ട്, സുവേന്ദു അധികാരി, പ്രതാപ് സർണിക്, ഹസൻ മുഹറിഫ്, ബഹവാന ഗവാലി തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ED കേസ് നേരിടുകയും ED കേസ് വന്നതിന് തൊട്ടു പിന്നാലെ BJP ക്യാമ്പിലേക്ക് ചേക്കേറുകയും വളരെ പെട്ടെന്ന്, അത്ഭുതകരമെന്ന് പറയണം, TV പ്രസാദ് അവരുടെയൊക്കെ ED കേസുകൾ മാഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കണക്കുകൾ പറയുന്നത് 98 മുതൽ 99% ED കേസുകൾ പ്രതിപക്ഷത്തുള്ള പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ തന്നെ പല നേതാക്കളും, ഞാൻ പറഞ്ഞല്ലോ 2024 മുതൽ ഇങ്ങോട്ട് കണക്കെടുത്താൽ 25 പ്രധാനപ്പെട്ട നേതാക്കളാണ്, അജിത് പവാറിനെ പോലുള്ള നേതാക്കളടക്കം, സുവേന്ദു അധികാരിയെ പോലെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളടക്കം, ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ കോൺഗ്രസിലുള്ള നേതാക്കളടക്കം EDയുടെ അന്വേഷണം വരുന്നു. വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് BJPയിലേക്ക് പോകുന്നു. ED അന്വേഷണം നിലയ്ക്കുന്നു. അവർ NDA ക്യാമ്പിൽ മുഖ്യമന്ത്രിമാരായിട്ടും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ തസ്തികകളിലേക്ക് വരുന്നു. ഇതാണ് സാഹചര്യം. ഇതുതന്നെയാണ് സാബു ജേക്കബിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ആ പാറ്റേൺ ഇവിടെ ആവർത്തിക്കുകയാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ സാബു ജേക്കബിന് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ, അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോടികളുടെ ഇടപാടായിരുന്നു, കോടികളുടെ തട്ടിപ്പാണ് ഇതിനകത്ത് നടന്നത് എന്ന് ചില ED ഉദ്യോഗസ്ഥന്മാർ കഷ്ടപ്പെട്ട് കണ്ടെത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാജരാകാൻ വേണ്ടി 3 തവണ നോട്ടീസ് നൽകുകയും ചെയ്ത്. ഇതിന് പിന്നിൽ നേരത്തെ അരുൺ വിശദീകരിച്ചതുപോലെ കഴിഞ്ഞ ഒരുപാട് കാലമായി ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നത് ED ഒരു റെയ്ഡ് നടത്തുന്നു, അതിന് പിന്നാലെ അവർ ഒന്നിക്കൽ BJPയിൽ ചേരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായി കേന്ദ്രം ഉപയോഗിക്കുന്ന അന്വേഷണ ഏജൻസി അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അരുൺ പറഞ്ഞതുപോലെ 99% കേസുകൾ രജിസ്റ്റർ ചെയ്തതും അത് പ്രതിപക്ഷത്തിന് എതിരായിട്ടാണ്, അതല്ലെങ്കിൽ BJPയോടൊപ്പം ഇല്ലാത്തവർക്കെതിരെയാണ് എന്നുള്ളത് തന്നെയാണ്.